ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഏറ്റവും എന്താ പറയുക പ്രീമിയർ ലീഗ് ജയിക്കാൻ ഏറ്റവും ചാൻസ് ഉണ്ടതായി പറയപ്പെട്ടിരുന്ന ടീം ലിവർപൂളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ലിവർപൂൾ കാണുന്നത് എന്താ പറയുക ഒരു ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോകുന്നൊരു കപ്പലാണ്. ഇപ്പോൾ ഡിസംബർ പൊതുവേ അത്യാവശ്യം നല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ ജനുവരി വീണ്ടും സമനിലകളൊക്കെയാണ് വരുന്നത്. എന്താണ് സത്യത്തിൽ ലിവർപൂളിന് ഈ സീസണിൽ പറ്റിയ പ്രശ്നം എന്താണെന്നായിട്ട് തോന്നുന്നു? ഏറ്റവും വലിയ പ്രശ്നം ജോട്ടയുടെ മരണം തന്നെ. അത് ഇപ്പോൾ പുതിയ കളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈൻ ചെയ്യണ സമയത്ത് ഫ്ലോറിയൻ വിയർട്സ്, ഫ്രിംപോങ്, ഇസാക്ക് പിന്നെ വന്നു. ഇസാക്ക് വെക്കിട്ടേക്ക് അവസാനം കെർക്കസ്, ഇവർ മൂന്നുപേരും പ്രീ സീസണിന് വരുമ്പോൾ അവരുടെ മൂഡ് ഇവിടെയായിരുന്നു. ഞങ്ങൾ ചാമ്പ്യൻ ടീമിലേക്കാണ് വരുന്നത്, ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലബിലേക്കാണ് വരുന്നത്. പെട്ടെന്ന് പ്രീ സീസണിൻ്റെ തലേന്നാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴേക്കും ക്ലബിൻ്റെ മൂഡ് ഇവിടുന്ന് ഇവിടേക്ക് പോയി. അപ്പോൾ ഇവർക്ക് സെറ്റിൽ ചെയ്യാനും അത്രത്തോളം ബുദ്ധിമുട്ടായി. എന്നുവെച്ചാൽ ആകപ്പാടെ ആ അന്തരീക്ഷം മാറിക്കഴിഞ്ഞു. നമ്മൾ ക്ലൗഡ് 9 ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കളി ആ ഒരു അഡ്രിനലിനിൽ ജയിച്ചു പോയി. പക്ഷെ ആ ഉള്ള പ്രശ്നങ്ങൾ പിന്നീടാണ് കാണുന്നത്. അത് പല പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ പുതിയ കളിക്കാർക്ക് സെറ്റിൽ ചെയ്യാൻ സമയമെടുക്കും. പോയ കളിക്കാരെ ശരിക്കും മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും അലക്സാണ്ടർ ആർണോൾഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അലക്സാണ്ടർ ആർണോൾഡിനെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര തന്നെ ലൂയിസ് ഡിയാസിൻ്റെ വർക്ക് റേറ്റും മിസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ബയൺ മ്യൂണിക്ക് അതിൻ്റെ ആനുകൂല്യം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അർനെ സ്ലോട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യ സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് നേടി. നമ്മൾ റെക്കോർഡ് നോക്കുമ്പോൾ ഒരു എന്താ പറയുക വണ്ടർഫുൾ എന്ന് വിളിക്കാത്ത പെർഫോമൻസ് ആണ്. പക്ഷേ പലരും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. കാരണം ക്ലോപ്പ് ബിൽഡ് ചെയ്തൊരു ടീം എന്നാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ടീം എന്ന് പറയാവുന്നത് ഈ സീസണിലാണ്. അപ്പോൾ ടീം പെർഫോമൻസ് ഇല്ല. എന്തായിരിക്കും ഒരു ക്ലോപ്പ്? ഈ ഒന്നാമത് ലിവർപൂൾ കോച്ചസിനെ മാനേജേഴ്സിനെ സാക്ക് ചെയ്യണ ഒരു ക്ലബ്ബല്ല. ഒരു സീസണിൻ്റെ നടുക്ക് അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത് റോയ് ഹോഡ്സണും പിന്നെ ബ്രെൻഡൻ റോജേഴ്സ് ക്ലോപ്പ് അവൈലബിൾ ആയത് കാരണം ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ സാധാരണ അങ്ങനെ ഒഴിവാക്കുന്ന ഒരു ക്ലബ്ബല്ല. പിന്നെ ഈ സീസണിൻ്റെ സാഹചര്യങ്ങൾ കാരണം സ്ലോട്ടിൻ്റെ റേറ്റിംഗ് അവർ അതനുസരിച്ചിട്ടേ നോക്കുള്ളൂ. പിന്നെ കഴിഞ്ഞ സീസണിൻ്റെ ലീഗ് ശരിക്കും ഒരു ബോണസ് പോലെയാണ് ക്ലബ്ബ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആരും പ്രതീക്ഷിക്കാതെ ജയിച്ചൊരു ടൈറ്റിൽ. അപ്പോൾ എന്തായാലും ഒരു കൊല്ലത്ത് ഒരു സീസണിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. കളിക്കാരും മാറി കുറേ പേർക്ക് പ്രായമായി തുടങ്ങി. നമ്മൾ ഈ സലാഹ് ഇപ്പോൾ പോയ സീസണിൽ ചാമ്പ്യന്മാരാകുമ്പോൾ ഏറ്റവും പ്രധാന താരമായിട്ടുള്ള സലാഹായിരുന്നു. ഈ സീസണിൽ സലാഹും അമ്പേ പരാജയമാണ്. അതിൽ പല കാരണങ്ങൾ പറയപ്പെടുന്നത്. ട്രെൻറ്റ് അലക്സാണ്ടർ ഒരു പ്രധാന കാരണം ആ റൈറ്റ് വിങ്ങിലത്തെ സാലയ്ക്ക് ഏറ്റവും സ്പേസ് കിട്ടിയിരുന്നത് അലക്സാണ്ടർ ആർണോൾഡ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ബാക്കിന് എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഓവർലാപ്പ് ചെയ്യണ ഒരു റൈറ്റ് ബാക്ക് ഉള്ളത് കാരണം ഈ പീക്ക് ക്ലോപ്പ് ടീമിൻ്റെ വിങ്ങേഴ്സ് ഇല്ല ശരിക്കും. മാനയും സാലയും വൈഡ് ഫോർവേഡ്സായി കളിച്ചിരുന്ന കളിക്കാർ. വിത്ത് മുഴുവൻ കൊടുത്തിരുന്ന ഒരു വിങ്ങിൽ ആൻഡി റോബർട്ട്സണും മറ്റേടെ അലക്സാണ്ടർ ആർണോൾഡും. ആ ക്ലോപ്പ് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഗോള് അലക്സാണ്ടർ ആർണോൾഡ് ക്രോസ് ഫീൽഡ് റോബർട്ട്സന് കൊടുക്കുന്നു. റോബർട്ട്സൺ ക്രോസ് ഫീൽഡ് പെനൽറ്റി സ്പോട്ടിലേക്ക് ഇട്ട് സാല ഹെഡ് ചെയ്ത് സിറ്റിയുടെ എതിരെ 2019. അങ്ങനത്തെ ഗോൾ ഇപ്പം അടിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഫുൾ ബാക്സ് ഇല്ല ഇപ്പോൾ. കെർക്കസ് വേറെ തന്നെ ഒരു ക്ലോപ്പ് സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമിന് പറ്റിയ ഫുൾ ബാക്കാണ്. ഇപ്പോൾ കുറേ കൂടി സ്ലോ ആണ്. ഈ സീസൺ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷന് ഒരു കാരണം അതാണ്. പണ്ട് നമ്മൾ ഹെവി മെറ്റൽ ഫുട്ബോൾ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം പെട്ടെന്ന് വല്ലാതെ സ്ലോ ആയിട്ടുണ്ട്. അത് കാരണം ലോ ബ്ലോക്കിൽ കളിക്കുന്ന ടീംസിന് വളരെ എളുപ്പത്തിൽ അത് തടുക്കാനും പറ്റുന്നുണ്ട്.